like a Hellcat. Hello guys, welcome back to our YouTube channel Crazy Cousins. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ വന്നത്. വേറൊന്നുമല്ല, ബ്രെഡ് ചീസ് ഓംലെറ്റ് ആണ് നമ്മുടെ സംഭവം. ഏവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു വാട്ടി ബ്രെഡാണ്. പിന്നെ വേണ്ടത് സവാള, തക്കാളി, ഇനി ക്യാപ്സിക്കം ഞങ്ങൾ പച്ചയാണ് എടുത്തേക്കണം, ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ ചീസ്, ഇത് സ്ലൈസസ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് വേണം, കുരുമുളക് പൊടി കുറച്ച് വേണം, പിന്നെ ഉപ്പ്. ഇത്രയും സാധനം മതി നമുക്കിത് ഉണ്ടാക്കാൻ. ഏതൊരാൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു വൈകുന്നേരം 4 മണി പലഹാരമായിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സവാളയിൽ നിന്ന് തന്നെ തുടങ്ങാം. സവാള ആദ്യം നമുക്ക് നടുവിൽ വെച്ച് മുറിക്കാം. ഇതാണ്. എന്നിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് ചെത്തിക്കളയാം. ഈ സാധനം ഉണ്ടായ രസമില്ല, ഞാൻ കളയുന്ന. അതുകൊണ്ട് നമുക്ക് സവാള ചെറുതായിട്ട് അരിയാം. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ട തക്കാളിയാണ്. തക്കാളി കട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നടുക്കത്തെ പോർഷൻ നമുക്ക് വേണ്ട. അതായത് ആ കുരുവൊക്കെ ഉള്ള പോർഷൻ വേണ്ട, അതിൻ്റെ ചുറ്റുമുള്ള ആ പോർഷനാണ് നമുക്ക് ആവശ്യം. കുരുവൊക്കെ ഉണ്ടായ രസം ഉണ്ടാവില്ല. അപ്പോൾ അതായത് നമ്മൾ തക്കാളിയും കുനുവിനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നടുക്കത്തെ ആ അരിയുള്ള ഭാഗം നമുക്ക് എടുക്കണ്ട, ആ സൈഡ് മാത്രമാണ് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ അരിയാണ് ഇതിൻ്റെ കളയേണ്ടത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇതുപോലെ അരി ഇല്ലാണ്ട് അരിഞ്ഞെടുക്കണം. ഇതേപോലെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അത് ക്യാപ്സിക്കം നമ്മൾ കുഞ്ഞുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങളുള്ള സലാഡ് പോലെ വേണ്ട. ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. 4 മുട്ടയാണ് ഇത്ര സാധനങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചിട്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. ഇത് നമ്മൾ കുരുമുളക് ഇവിടെ ഇട്ട് തന്നെ പൊടിച്ചാണ്. ഇത്രയും കുരുമുളക് പൊടി മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു കളറിന് വേണ്ടി. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കുള്ള പണി ബ്രെഡിലാണ്. ബ്രെഡിൻ്റെ പണി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബ്രെഡിൻ്റെ നടുക്കത്തെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഈ നടുക്കത്തെ ഭാഗം. ഈ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും. നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് മതി. ചുറ്റിച്ചു കൊടുക്കുക. ഒരു ചീസൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചീസ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രി, അതാണ് ഇപ്പം എനിക്ക് കുറച്ച് കളർ കുറവ് ഉണ്ടാവും. എന്തായാലും ഇത് രാത്രിയുടെയാണ്. അപ്പം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അവക്ക് കൊടുത്ത് നോക്കാം. നടുക്കുന്ന അടിച്ചേക്കും. ഇതൊക്കെ കിട്ടും. എങ്ങനെയുണ്ട്? സത്യം പറ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ ഈ ഇന്നത്തെ ചീസ് ബ്രെഡ് ഓംലെറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെയുണ്ടെന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.